നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്കെതിരായ ഇസ്രായേലിൻ്റെ ഗാസയിലെ പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു. ജബേലിയ മേഖലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു. ഇയാളെ ഒളിച്ചിരുന്ന ടണലിനുള്ളിൽ കടന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത്. ഹുസൈൻ ഫിയാദ് എന്നാണ് ഈ കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡറുടെ പേര്. ഹമാസിൻ്റെ ബെയ്ത്ത് ഹനൂൺ ബറ്റാലിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡറാണ് ഇയാൾ. ഹമാസ് നടത്തിയ നിരവധി ആക്രമണങ്ങളിൽ സുപ്രധാന പങ്കുവച്ച ആളാണ് ഇയാൾ. ഇവരുടെ പ്രധാന ബുദ്ധികേന്ദ്രങ്ങളിലൊന്നുമായിരുന്നു ഈ വ്യക്തി. ജബാലിയ മേഖലയിൽ ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേനയും കരസേനയും അതിശക്തമായ തോതിലാണ് ആക്രമണം നടത്തുന്നത്. നേരത്തെ റഫ മേഖലയിൽ വ്യോമസേനയുടെ ആക്രമണം നിർത്തിവെച്ചതിന് ശേഷം കരസേനയാണ് അവിടെ പ്രധാനമായും ഇപ്പോൾ സൈനിക നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഗാസ മേഖലയിലെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഭൂഗർഭ തുരങ്കങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യാപകമായ തോതിൽ തിരച്ചിൽ നടത്തി ഈ തുരങ്കങ്ങളുടെ കവാടങ്ങൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. അതുകൊണ്ട് തന്നെ പല തീവ്രവാദി നേതാക്കളും ഇപ്പോഴും സുരക്ഷിതരായി ഒളിച്ചിരിക്കുന്ന ഈ ഭൂഗർഭ തുരങ്കങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പലർക്കും പുറത്തു വരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇസ്രായേൽ സൈന്യത്തിന് നന്നായിട്ട് അറിയാം. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളൊക്കെ തന്നെ ഗാസയിലെ വിവിധ ഭൂഗർഭ തുരങ്കങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കരയാക്രമണം പ്രധാനമായും ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നിരവധി തവണ ഡ്രോൺ ആക്രമണം നടന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനമാകട്ടെ ഇവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാഖ് പൗരന്മാരുടെ തീവ്രവാദ സംഘടന ഏറ്റെടുത്തിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഹിസ്ബുള്ള കൂടുതൽ ദുർബലമാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞു. ഇവരുടെ സഞ്ചാരപഥം കൃത്യമായി കണ്ടുപിടിച്ച് തന്നെയാണ് ഓരോരുത്തരെ വധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെല്ലാം ഓരോന്നോരോന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ളത് ആ സംഘടന ഇപ്പോൾ എത്രമാത്രം അവിടെ ദുർബലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിക്കുന്ന ഒരു ഹമാസ് തീവ്രവാദിയെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ ഏറെ സഹായിക്കും എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇസ്രായേലിനെതിരെ നീക്കം നടത്തുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഹമാസിനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർക്കാൻ അമേരിക്ക എല്ലാവിധ സഹായങ്ങളും നൽകുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ തന്നെ അമേരിക്കയിൽ എത്തുന്നുണ്ട്. അമേരിക്കൻ നേതാക്കളുമായി അദ്ദേഹം നടത്തുന്ന കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വളരെ വിവിധ തലങ്ങളിലുള്ള ആക്രമണം ഹമാസിന് നേരെ നടത്താൻ തന്നെയാണ് സാധ്യത.